ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ ഇന്ന് പഞ്ഞപ്പുള്ളു കൊണ്ട് 2 ഡിഷ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഹെൽത്തി ഫുഡാണല്ലോ, അരിയാഹാരം കുറച്ച് പഞ്ഞപ്പുള്ളാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം പഞ്ഞപ്പുള്ളു പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പൊടിയാണ്. ഞാൻ നേരത്തെ ഇതൊക്കെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം നമ്മൾ മടിയല്ലേ, എളുപ്പം പരിപാടിക്ക് കടയിൽ നിന്ന് മേടിക്കുക. വീട്ടിൽ പഞ്ഞപ്പുള്ളു വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതരച്ച് അതിൻ്റെ തെളിയെടുത്ത് അങ്ങനെ പൊടിയാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല വൈറ്റ് കളറിലും ഇരിക്കും, കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. ഇത് വറുത്ത പഞ്ഞപ്പുള്ളു പൊടിയാണ്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് നനച്ച് നമ്മൾ ഒത്തിരി കട്ടിയാകാതെ പുട്ടുണ്ടാക്കി എടുക്കുകയാണ്. ഇതൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും പുട്ട് മാത്രം ഉണ്ടെങ്കിലും മതിയായിരിക്കും. ഇച്ചിരി തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ചേർത്താൽ മതി. പഞ്ഞപ്പുള്ളു കൊണ്ട് ഒത്തിരി വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാം, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് അധികം ഞാൻ ഉപയോഗിക്കാറില്ല. മാക്സിമം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതിനകത്തൊരു കാര്യമുണ്ട്, നമ്മൾ പഞ്ഞപ്പുള്ളാണെങ്കിൽ അധികം കഴിക്കത്തില്ല, പെട്ടെന്ന് വിശപ്പും വരത്തില്ല. അതാണ് മെയിൻ റീസൺ. ഇപ്പം നമ്മുടെ പുട്ട് ഒരു 2 ലെയറായിട്ട് കുക്കറിലാണ് വയ്ക്കുന്നത്. ഞാൻ അധികം തേങ്ങ ഉപയോഗിക്കത്തില്ല, ഇവിടെ ആർക്കും തേങ്ങ അധികം ഇഷ്ടവുമില്ല. പുട്ട് ആവി വരാൻ മാത്രം വേണ്ടി ഇച്ചിരി തേങ്ങ അതിനകത്ത് ചേർക്കുന്നതേ ഉള്ളൂ, അല്ലാതെ തേങ്ങ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ പഞ്ഞപ്പുല്ലിൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ ഈ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പഞ്ഞപ്പുല്ലിൻ്റെ ഈ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഈയിടെ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പഞ്ഞപ്പുല്ലിൽ തന്നെ ഇടിയപ്പം പോലെ, ഇടിയപ്പമോ ഉപ്പുമായോ എന്തും ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അത് നമ്മൾ ആദ്യം ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയായിരിക്കും. അത് നല്ലപോലെ കുതിർന്ന് കഴിഞ്ഞ് നമ്മളത് വെള്ളം തോരാൻ വേണ്ടി പിന്നെ ഒരു കിളുത്ത പാത്രത്തിൽ എടുത്ത് വയ്ക്കുക. ഇതല്ലാതെ നമ്മൾ വറുത്ത പൊടിയിനകത്തും ഇടിയപ്പം ശരിക്കും ഉണ്ടാക്കിയെടുക്കാം. ഇത് മെനക്കെടാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്, ചൂടോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ചൂടാറിയാൽ പിന്നെ ഇത് കൊള്ളത്തില്ല. പിന്നെ സമയമില്ലാത്തവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ എളുപ്പം പരിപാടിയാണ്. നമ്മൾ 2 3 എണ്ണം ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ ഇത് സുഖമാണ്. വെള്ളത്തിൽ ഇട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഇടിയപ്പം നെക്കി പിഴിഞ്ഞ് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു ശകലം തേങ്ങ അതിനകത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് ആ പാത്രത്തിൽ വെച്ച് ആവി വേവിച്ച് എടുക്കുക. ഒത്തിരി സമയമൊന്നും വേണ്ടി വരത്തില്ല, ഒരു ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതിയായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഇതിനും കൂട്ടാനൊന്നും വേണ്ട, നമ്മൾ ചൂടോടെ ഇതാ തേങ്ങ കൂട്ടി കഴിച്ചാൽ മതി. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ഇച്ചിരി പഞ്ചസാര വല്ലതും ഇട്ട് കൊടുത്താലും അവർക്ക് ഇഷ്ടമായിരിക്കും. ഞാൻ ഇതിന് കൂട്ടാനൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഇടിയപ്പവും പുട്ടും മാത്രമേ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നുള്ളൂ. ഇത് പഴം കൂട്ടി കഴിക്കാം, പഞ്ചസാര കൂട്ടി കഴിക്കാം, കടലക്കറി, ഗ്രീൻ പീസ് കറി എന്തും കൂട്ടിയാണേലും കഴിക്കാവുന്നതാണ്. പുട്ടിൻ്റെ കൂടെ ഇതിന് പഴമായിരിക്കും ബെസ്റ്റ്, ഇടിയപ്പത്തിന് കടലക്കറിയും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ബ്രേക്ക്ഫാസ്റ്റോ അല്ലയോ ഈവനിങ് സ്നാക്സായിട്ടോ കഴിക്കാവുന്നതാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.